ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളപ്പോൾ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് റിബിൾ റിഡ്ജ്. ഈ കഥയെന്ന് വെച്ചാൽ രണ്ട് പോലീസുകാർ വന്ന് ഈ നായകൻ്റെ നിന്ന് കാശ് അപഹരിക്കുകയും ആ കാശ് അവൻ്റെ ഒരു കസിൻ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി വെച്ച കാശാണ്. അപ്പോൾ ഈ കാശ് തിരിച്ച് നേടാനുള്ള അവൻ്റെ ആ ഒരു തിരിച്ച് നേടാൻ വേണ്ടി അവൻ നേരിടുന്ന പ്രശ്നങ്ങളും അതിൻ്റെ നിയമസാധ്യതകളും ഇതൊക്കെയാണ് ഈ കഥയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ അവൻ എന്തൊക്കെയാണ് അതിനു വേണ്ടി ഫേസ് ചെയ്യുന്നത്, അവൻ എന്തൊക്കെയാണ് അതിനു വേണ്ടി തരണം ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഇതിൽ കേൾക്കാം. അപ്പോൾ നമുക്കധികം ഇനി പറഞ്ഞ് നീട്ടാണ്ട് നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. അയ്യോ, കഥ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെല്ലാവരും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇതിൻ്റെ ബാക്കി കഥകളും ഇതൊക്കെ എന്നൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റൂ. അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ കഥാനായകനായ ടെറി, അവൻ സൈക്കിളിൽ യാത്രയിലാണ്. മൊബൈലിൽ ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിച്ച് അവൻ സൈക്കിളിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സൈക്കിളിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ നായകൻ്റെ പിന്നിൽ ഒരു പോലീസ് വണ്ടി വരുന്നു. ഈ പാട്ട് കേട്ട് യാത്ര ചെയ്യുന്ന ഈ നായകൻ ആ പോലീസുകാരൻ വന്നിട്ട് അച്ചിടി അങ്ങ് വെച്ചു കൊടുക്കുക. ഇടിച്ചങ്ങ് നിലത്തങ്ങ് മൂക്കും കുത്തി വീണു. ആ പോലീസ് വണ്ടിയിൽ നിന്ന് ഈ പോലീസുകാരൻ ടെറീൻ്റെ നേരെ തോക്കും ചൂണ്ടി ഇങ്ങ് നടന്നു വരിക. അനങ്ങാണ്ട് അവിടെ കിടന്ന മോനെ നീ എന്നും പറഞ്ഞുകൊണ്ട്. എന്താ സംഭവിക്കുന്നതെന്നറിയാണ്ട് ടെറി ആ റോട്ടിൽ തന്നെ അനങ്ങാതെ അങ്ങ് കിടന്നു. അപ്പോഴാ വേറൊരു പോലീസ് വണ്ടി വരുന്നു. അതിൽ നിന്നും ഒരു പോലീസുകാരൻ ചാടി ഇറങ്ങുന്നു. അങ്ങനെ രണ്ടുപേരും തോക്കും ചൂണ്ടി ഇരിക്കുകയാണ് ടെറീനെ. അതിൽ ഒരുത്തനപ്പം തോക്കെടുത്ത് വെച്ചിട്ട് നേരെ ടെറീൻ്റെ ബാക്കിൽ വന്ന് ഹാൻഡ് കഫ് ചെയ്ത് അവനെ എണീച്ച് നിർത്തും. അപ്പോൾ ഒരു പോലീസുകാരൻ ചോദിക്കും, ആ കിടക്കുന്ന ബൈസൈക്കിൾ നിൻ്റെ ബൈസൈക്കിൾ തന്നെയാണോ? നമുക്കൊരു ബൈസൈക്കിൾ കളവ് പോയെന്നും പറഞ്ഞ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതാണ് ഇത് എന്ന് സംശയമുണ്ടെന്ന് പറയും. അപ്പോൾ ആ പോലീസുകാരൻ നേരെ ടെറീനെ ഒന്ന് പരിശോധിക്കണം എന്നും പറഞ്ഞ് കാറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകും. ടെറീൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവൻ്റെ ID കാർഡ് ഇരിക്കും. അപ്പോൾ പറയും, കൂടുള്ള മറ്റേ പോലീസുകാരനോട് പറയും, മോനെ നീ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, ഇവൻ ഒന്ന് ശരിക്കൊന്ന് ആളാരാന്ന് നോക്ക്. ടെറീൻ്റെ ബാഗൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഒരു പോലീസുകാരൻ ബാഗ് ചെക്ക് ചെയ്യുമ്പോൾ മറ്റേ പോലീസുകാരൻ പോയി ID ചെക്ക് ചെയ്യും. ID ചെക്ക് ചെയ്യുമ്പോൾ ഇവൻ്റെ പേര് കുഴപ്പമൊന്നുമില്ല, ഇവനൊരു ഡീസൻ്റാണ് എന്ന് അവർക്ക് തോന്നും. ബാഗ് ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇവൻ്റെ കയ്യിലൊരു ടാറ്റോ. അപ്പോൾ ആ ID ചെക്ക് ചെയ്യാൻ പോയ പോലീസുകാരൻ തിരിച്ചു വന്നിട്ട് ചോദിക്കും, ഇതെന്ത് ഈ ടാറ്റോ എന്ന്. അപ്പോൾ പറയും, ഞാനൊരു എക്സ് മറൈൻ ഓഫീസറാണ്, അതിൻ്റെയാണ് ഈ ടാറ്റോ എന്ന് പറയും. ഞാൻ പണ്ട് ഇറാഖി യുദ്ധം ചെയ്യുമ്പോൾ അവിടെ വെച്ച് യുദ്ധത്തിൽ മരണപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ടാറ്റോ അടിച്ചേക്കണത് എന്നൊക്കെ പറയും. അങ്ങനെ ബാഗ് ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കവർ കിട്ടും പോലീസുകാരന്. അപ്പോൾ ടെറി അറിയും, അത് നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ ആയുധവും ബോംബൊന്നുമല്ല ഇതൊന്നും. അപ്പോൾ പോലീസുകാർ, ഓ തമ്പ്ര, നമ്മളതൊന്ന് തുറന്നു നോക്കണേ, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും ടെറീനോട്. അപ്പോൾ ടെറി പറയും, അതിൽ തീർച്ചയായിട്ടും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം എൻ്റെ പേഴ്സണൽ സാധനമാണല്ലോ, അപ്പോൾ അവർ ചെക്ക് ചെയ്യണതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നീ നമ്മളോട് സഹകരിക്കണമെങ്കിൽ ആ കവറിൽ എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ നിന്നെ വിടാം, ഇല്ലെങ്കിൽ ഡോഗ് സ്ക്വാഡ് വന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പോൾ നീ തൽക്കാലം വണ്ടീൻ്റെ ഉള്ളിൽ ഇരി. അപ്പം നീ ഒന്നാലോചിക്കുക, നീ നമ്മളായിട്ട് സഹകരിക്കണോ അതോ ഡോഗ് സ്ക്വാഡ് വന്നവരെയും വെയിറ്റ് ചെയ്യണോ എന്ന് പറയും. അപ്പോൾ ടെറി പറയും,
സാറേ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുള്ള, നിങ്ങൾ വേണമെങ്കിൽ വേഗം ആ കവറിൻ്റെ ഉള്ളിൽ എന്താന്ന് ചെക്ക് ചെയ്തിട്ട് എന്നെ വേഗം അതുമായിട്ട് വിടണം, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ എത്താവുള്ളതാണെന്ന് പറയും. അങ്ങനെ അപ്പോൾ ആ പോലീസുകാർ ആ കവറെടുത്ത് തപ്പി നോക്കുന്നു. അപ്പം ഇതിൽ നിറയെ കാശിരിക്കും. ഇതിൽ കുറേ കാശുണ്ടല്ലോ മോനെ ടെറിയ, ഇത് എവിടെ നിന്നെങ്കിലും അടിച്ചു മാറ്റിയാണോ എന്താ ഇത് എന്ന് ചോദിക്കും. ഇതിനി വല്ല ഡ്രഗ്സ് വെച്ചിട്ടോ അങ്ങനെ വല്ലതും നീ ഉണ്ടാക്കിയാണോ ഇതെന്ന് ചോദിക്കും. അപ്പം ടെറി പറയും ഇത് ലീഗൽ മണിയാണ്, വേറെ പ്രശ്നവും വള്ളിക്കെട്ടൊന്നുമില്ല, എൻ്റെ കസിനെ കോർട്ടിൽ നിന്ന് ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്, അതിനു വേണ്ടിയുള്ള കാശാണത്, നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം എന്ന് പറയും. അപ്പോൾ ആ പോലീസുകാരൻ ചോദിക്കും എന്തിനാണോ നിൻ്റെ കസിനെ പിടിച്ചത്? അപ്പോൾ ടെറി പറയും കുറച്ച് കഞ്ചാവൊന്ന് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ സാറേ, അതവൻ കയ്യിൽ വെച്ചുള്ളൂ, വിൽക്കാനൊന്നും ശ്രമിച്ചില്ല, അവൻ കയ്യിൽ വെച്ചുള്ളൂ. ശരി എന്നാൽ അങ്ങനെയാണെങ്കിൽ ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്തതിന് നിനക്കൊരു ഫൈനും തന്ന് തന്നെ വിടാം, പക്ഷേ ഈ കാശ് നിൻ്റെ തന്നു വിടൂല, അത് ഡ്രഗ് മണിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, നീ അപ്പോൾ പോയിട്ട് ഒരു 30 ദിവസത്തിനുള്ളിൽ എല്ലാ പേപ്പർ വർക്കൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നാൽ ഈ കാശ് തരാമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ടെറി അസ്വസ്ഥനാവുന്നുണ്ട്. അപ്പോൾ ഈ പോലീസുകാരൻ പതുക്കെ അവൻ്റെ ഹാൻഡ് കഫ് ഊരി അവനെ ഒന്ന് ഹാപ്പി ആക്കിയിട്ട് പറയും നിനക്ക് പരിക്ക് വല്ലതും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, നിനക്ക് വല്ലതും പറ്റിയോ, എന്താ നിൻ്റെ അവസ്ഥ എന്ന് ചോദിക്കും. അത് കാര്യമില്ല, ഞാൻ ഓക്കെയാണ് എന്ന് ടെറി പറയും. അപ്പോൾ ടെറി വേഗം സൈക്കിൾ എടുത്തിട്ട് നേരെ അടിച്ചു പിടിച്ച് കോർട്ട് ഹൗസിലോട്ട് പോവുകയാണ്. എന്നിട്ട് കോർട്ട് ഹൗസിൻ്റെ അവിടെ എത്തി അവൻ സൈക്കിള് ലോക്ക് ചെയ്തിട്ട് ഉള്ളിൽ ചെല്ലും. അവിടെയുള്ള ക്ലർക്കിനെ കാണാനാണ് അവൻ പോയത്. ക്ലർക്ക് ടെറീനെ കണ്ട ഉടനെ ക്ലർക്ക് നിനക്കെന്ത് പറ്റി, നിനക്കെന്താ പറ്റിയോ, നിൻ്റെ മേത്തൊക്കെ പരിക്കുണ്ടല്ലോ, എന്താ പറ്റിയോ എന്ന് ചോദിക്കും. അപ്പം അവൻ ആ കോർട്ട് ക്ലർക്കിനോട് നടന്ന സംഭവമൊക്കെ പറയും. ഇന്നമാതി കാശ് അവരെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് പറയും. അപ്പം ക്ലർക്ക് ചോദിക്കും നീ അപ്പം കാശില്ലാണ്ടാണോ നിൻ്റെ കസിനെ ജാമ്യത്തിൽ എടുക്കാൻ വന്നേക്കണത്? എൻ്റെ ടെറിയേ. അപ്പം ടെറി ചോദിക്കും എൻ്റെ കയ്യിലുള്ള കാശ് പോലീസുകാർ തട്ടിക്കൊണ്ടുപോയതല്ലേ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റൂലേ, ഒരു നിവർത്തിയില്ലേ എന്ന് ചോദിക്കും ക്ലർക്കിനോട്. അപ്പം ടെറി പറയും നിങ്ങൾ കാണിക്കുന്നത് വളരെ മോശമാണ്, അവരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടാണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ കസിനെ പുറത്തിറക്കുമെന്ന് പറയും. അപ്പോൾ ഒരു പെൺകുട്ടി അവരുടെ അടുത്തോട്ട് നടന്നു വരുന്നു. എന്നിട്ട് പറയുന്നു ഞാനിത് ഇയാളായിട്ട് സംസാരിക്കാം, നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോളൂ എന്ന് ക്ലർക്കിനോട് ആ പെൺകുട്ടി പറയുന്നു. എന്നിട്ട് ആ പെൺകുട്ടി പറയും എൻ്റെ പേര് സമ്മർ, നമുക്ക് ഈ കോഫി കുടിച്ച് സംസാരിച്ചാലോ ടെറിയ, എന്ത് പറയാൻ? അങ്ങനെ അവർ രണ്ടുപേരും കൂടി കോഫി ഷോപ്പിൽ പോയി കോഫി കുടിച്ചുകൊണ്ട് ഈ കാര്യമൊക്കെ പറയുന്നു. എന്നിട്ട് അവൻ ഈ ചാർജ് ഷീറ്റ് അവളെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു $36,000 പോലീസുകാരെൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയത്, അപ്പോൾ അത് തിരിച്ചു കിട്ടാനായിട്ട് നിങ്ങളെന്നെ സഹായിക്കുമോയെന്ന് ടെറി സമ്മറിനോട് ചോദിക്കുന്നു. പക്ഷേ നിനക്ക് നിൻ്റെ പണം തിരിച്ചു കിട്ടണവരെയും നിനക്ക് പോരാടാൻ പറ്റും, അതിനുവേണ്ടി ശ്രമിക്കണം എന്നും പറയുന്നു സമ്മർ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നീ ഇപ്പോൾ പോരാടിയാലും അത് നിനക്ക് കിട്ടാനായിട്ട് മിനിമം ഒരു വർഷമെങ്കിലും നീ എടുക്കും അത്. അങ്ങനെ അവർ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അവർ പുറത്തോട്ട് ഇറങ്ങി നടന്നങ്ങ് പോണതിൻ്റെ ഇടയിൽ സമ്മർ ടെറീനോട് മറ്റേ കസിനെ പറ്റി ചോദിച്ചറിയുന്നു. അപ്പോൾ ടെറി കാര്യമൊക്കെ പറഞ്ഞിട്ട് പതുക്കെ ഗുഡ് ബൈ പറഞ്ഞ് പോകുമ്പോൾ സൈക്കിൾ എടുത്ത് പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ലിയോ എന്ന് പറഞ്ഞ ആളായിട്ട് ടെറി ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോണേ. അങ്ങനെ ലിയോനെ വിളിച്ച് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആൾക്കാർ കസിനെ ഇറക്കണമല്ലോ, അതിനുവേണ്ടി 10,000 കടമായിട്ട് തന്ന അവനിറക്കാന്ന് എന്ന് പറയുന്നു. അപ്പം ലിയോ നോക്കട്ടെ എന്നും പറയുന്നു. അങ്ങനെ അവൻ രാത്രി പോയി കിടക്കുമ്പോണ്ട് ഫോണിൽ ഷെൽബി സ്പ്രിങ് പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ഇവൻ തിരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ കണ്ടുപിടിച്ച് രാവിലെ അങ്ങോട്ട് ചെല്ലുവാണ് അവൻ. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അങ്ങോട്ട് ചെല്ലുക.
എന്നിട്ട് ഇവൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കും, എൻ്റെ കാശ് ഇന്നമാതിരി മോഷണം പോയി എന്നിട്ട് ഫോണിന് ചാർജില്ല, ആ ചാർജർ ഒന്ന് തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ ആ ചാർജർ എടുക്കുന്നു. അപ്പോൾ ആ പെണ്ണ് ചോദിക്കും കുറ്റവാളിയെ കണ്ട ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ടെറി പറയും അയാളെ കണ്ട ഒരു വലിയൊരാളാണ്, അയാളൊരു വെളുത്ത നിറമാണ്, നീല കണ്ണാണ്, ഒരു 6 അടി ഉയരവും കാണും എന്ന് പറയുന്നു. അപ്പോൾ ആ പെണ്ണ് പറയും നിനക്ക് നല്ല ഓർമ്മശക്തിയാണല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും ബാഡ്ജ് നമ്പറൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ലാസ്റ്റ് നെയിം ഒരു മാഫ്റ്റോൺ എന്നെന്തോ ആണെന്ന് പറയുന്നു. അപ്പോൾ ആ പെണ്ണ് എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് ആ പെണ്ണ് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ആ പെണ്ണ് നേരെ പോയിട്ട് മറ്റൊരു പോലീസുകാരനോട് ഈ കാര്യമൊക്കെ പോയി പറയുന്നു. അപ്പോൾ ഈ പോലീസുകാരൻ പറയും നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോയിക്കോ, ഒരു കള്ള റിപ്പോർട്ടുമായിട്ട് ഇറങ്ങിയേക്കണല്ലേ നീ എന്ന് ചോദിക്കും. ഇപ്പം തന്നെ ഇവിടെ നിന്ന് വിട്ടോ, ഈ കള്ള റിപ്പോർട്ട് വേണ്ട. അപ്പോൾ ഇവനും ആ പോലീസുകാരനുമായിട്ട് ചെറിയ വാക്കുതർക്കമൊക്കെ ആവുന്നു. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലുള്ള സീനിയർ ഓഫീസറായ ഫാൻറ്റി ബേൺ എന്ന് പറഞ്ഞ ആൾ വരുന്നു. എന്താ പ്രശ്നം? എന്നിട്ട് നിങ്ങൾ കള്ളത്തരം കാണിക്കാൻ വേണ്ടി ഇതേയല്ലേ എന്നും പറഞ്ഞ് ടെറീന ആ പോലീസുകാരൻ ഭയങ്കര ചീത്ത പറയുകയാണ്, വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. എന്നിട്ട് ഈ പോലീസുകാരൻ പറയും നിങ്ങൾ ഈ കള്ളത്തരം എന്നോടാണ് ഈ കാണിക്കുന്നത്, ഇത്രയും നേരം നീ ഫോൺ വോയിസ് റെക്കോർഡ് ചെയ്യാൻ വെച്ചത് ഞാൻ അറിഞ്ഞില്ല എന്നാണ് നീ വിചാരിച്ചത്, നീ ആരോടാണ് ഈ കളിക്കണതെന്ന് ചോദിക്കും. വെറുതെ നമ്മുടെ ഓഫീസർമാരെ പറ്റി കുറ്റം പറയാണ്ട് വേഗം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയും ടെറിനോട്. അപ്പം ടെറി പറയും എൻ്റെ കസിനെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടി നിങ്ങൾ സമ്മതിക്കണം, അതെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കും. ടെറി പറയും എൻ്റെ കസിനെ മാത്രം ഒന്ന് കാണാൻ നിങ്ങൾ അനുവദിക്കണം, നിങ്ങൾ എന്നിൽ നിന്ന് പിടിച്ചെടുത്ത $36,000 നിന്ന് $10,000 എനിക്ക് തന്നിട്ട് ബാക്കി $26,000 നിങ്ങൾ എടുത്തോ, എനിക്ക് എൻ്റെ കസിനെ മാത്രം മതി, അവനും കാണാനെങ്കിൽ പറ്റിയാൽ മതി. അപ്പോൾ പോലീസുകാരൻ പറയും ഈ ഡീൽ എനിക്ക് ഓക്കെയാണ്, ഇത് കൊള്ളാലോ ഇവൻ എന്ന് പറയുന്നു. അടുത്ത തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് നീ ഇങ്ങോട്ട് വന്നെയാണെങ്കിൽ നിനക്ക് നിൻ്റെ കസിനെ കാണാം, നീ പോയിട്ട് വാന്ന് പറയും. അപ്പോൾ ഈ ചീഫ് ഓഫീസർ പറയും നീ 3 മിനിറ്റ് ലേറ്റായി, ഇനിയിപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല, ഇനിയുള്ള ഈ മാർഗം എന്താണെന്ന് വെച്ചാൽ അവനെ കൊണ്ടുവന്ന ജയിലിൽ നിന്ന് വന്ന വണ്ടി തിരിച്ചു പോയി, അപ്പോൾ നീ വേഗം ജയിലിൻ്റെ അങ്ങോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ടെറി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ബസ് പോയ വഴി കൂടി സൈക്കിൾ സ്പീഡിൽ ചവിട്ടി അതിനെ ഫോളോ ചെയ്ത് പോകും. അങ്ങനെ കാട്ടിൽ കൂടി ചെറിയ ഷോർട്ട് കട്ടൊക്കെ എടുത്താണ് ആ ബസ്സിൻ്റെ അടുത്ത് എത്തുന്നത്. എത്തുമ്പോൾ തന്നെ മൈക്കേ എന്ന് വിളിക്കുന്നു. അപ്പം മൈക്ക് ചോദിക്കും എടാ ടെറി നീ എന്ത് ചെയ്യണതെന്ന് ചോദിക്കും. അപ്പോൾ പറയും മൈക്കേ നീ ഒരു പ്രൊട്ടക്റ്റീവ് കസ്റ്റഡിക്ക് വേണ്ടി നീ റിക്വസ്റ്റ് ചെയ്യണം, എത്രയും വേഗം ഞാൻ നിന്നെ ജാമ്യത്തിൽ എടുക്കും, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ടെന്ന് പറയും. എന്നും പറഞ്ഞുകൊണ്ട് ടെറി അവിടെ നിന്ന് പോകും. ടെറി അങ്ങനെ നേരെ കോർട്ട് ഹൗസിൽ പോയിട്ട് സമ്മറിനെ കാണുന്നു. അപ്പോൾ സമ്മർ പറയും നീ ഇവിടെ നിന്നൊന്നും പറയണ്ട, ഞാൻ പുറത്തോട്ട് വരാം, അപ്പം പുറത്ത് പോയി നമുക്ക് സംസാരിക്കാം, നീ എപ്പോഴും ഇങ്ങോട്ട് വരണ്ട, കാരണം പോലീസുകാരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അത് എനിക്കും പ്രശ്നമാണ്, അപ്പം നീ പുറത്തോട്ട് നിൽക്കുന്നു പറയും. ഈ സമയം പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ടെറീനെ പറ്റിയുള്ള കാര്യങ്ങൾ മറ്റേ പോലീസ് ഓഫീസർ അന്വേഷിക്കുകയാണ്. അപ്പോൾ അവൻ്റെ പറ്റിയുള്ള ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ട് എടുത്തു നോക്കിയ പോലീസ് ഓഫീസർ നോക്കിയിട്ടുണ്ട്, അതിൽ MCMAP എന്ന് എഴുതിയേക്കുന്നു. അത് എന്താണ് ഈ സംഭവം എന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വൈഫൈ ഓഫാണ്. അങ്ങനെ വൈഫൈ
ഓഫായതുകൊണ്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ പരീക്ഷിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഉണ്ട് ദേണ്ട് പുറത്തിട്ട് എറി നിൽക്കണം. ചെറിയൊരു മാസമായിട്ട് ഇൻട്രോയിൽ ഇങ്ങനെ നടന്നു വരിക. അത് കണ്ട സീനിയർ ഓഫീസർ അവൻ വീണ്ടും വന്നുവല്ലേ, ഞാൻ അവനെ ഏറ്റ് എന്നും പറഞ്ഞ് സീനിയർ ഓഫീസർ പുറത്തോട്ട് ചെല്ലുക. അപ്പണ്ടാ അയാളറിയണ്ട ഇവനൊരു സിംഹമാണ്, എലിയെപ്പോലെ ഇരിക്കുന്നുള്ളൂ എന്ന്. അയാളപ്പം ചോദിക്കുക, ഇപ്പോൾ നിനക്ക് എന്താ വേണ്ടത്, നീ എന്തിനാ വീണ്ടും വന്നത് എന്ന് ചോദിക്കുന്നു. നീ പറഞ്ഞ ഡീലിനോട് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല, അതുകൊണ്ട് നീ വന്ന വഴി വേഗം തിരിച്ചു വിട്ടോ, അതാ നിനക്ക് നല്ലത് എന്ന് പറയുന്നു ഇയാൾ. അപ്പോൾ ടെറി പറയും, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്ക് എൻ്റെ കസിനെ കാണാണ്ട് ഇനി പോകാൻ പറ്റൂല, അല്ലാണ്ട് വേറെ നിവർത്തിയും ഇല്ല എന്ന് പറയുന്നു. അപ്പം എന്താ ടെറി ഇതൊക്കെ പറയുമ്പോൾ ഉണ്ട് മറ്റേ ചീഫ് ഓഫീസർ, നീ ഇനി മിണ്ടരുത്, ഇനി മിണ്ടിയാൽ നിന്നെ പിടിക്കാൻ ജയിലിലിടും, നിൻ്റെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ജയിലില്ല. അയാളുടെ ഒരു ഊള കോമഡി ആയിട്ട് ടെറി പുച്ഛിച്ച് ചിരിയിരിച്ചു. ഇതേ സമയം വേറൊരു ഓഫീസർ പെണ്ണുണ്ടായിരുന്നല്ലോ ആദ്യം പറഞ്ഞ, ആ പെണ്ണുമ്പുള്ള ഈ MAPൻ്റെ അർത്ഥം ചെക്ക് ചെയ്യണമായിരുന്നു. അത് ചെക്ക് ചെയ്തിട്ട് അത് കണ്ടപ്പോഴാണ് ഇവൾക്ക് കാര്യം മനസ്സിലായത്. ഇവളപ്പം തന്നെ നെട്ടിത്തരിച്ച് ഓടി സീനിയർ ഓഫീസറിൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മോനെ ഇവർ കണ്ണും തള്ളി ഓടിച്ചെല്ലണത്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയിലുണ്ടല്ലോ നെട്ടിപ്പോവാണ് ഇവർ. ഇനി എന്താ കാഴ്ച എന്നല്ലേ, അത് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.